ഹലോ ഗായ്സ്, ഇന്ത്യൻ 2 ഞാൻ റിലീസിന് പോയി കാണണമെന്ന് വിചാരിച്ചൊരു സിനിമയാണ്. അപ്പോൾ എനിക്ക് ആ ദിവസം പോകാൻ പറ്റാത്തതുകൊണ്ട് വളരെ സങ്കടത്തിലിരിക്കുകയായിരുന്നു. പക്ഷേ റിവ്യൂ ഒക്കെ ഭയങ്കര കട്ട ശോകമായിരുന്നു. നമ്മുടെ കോക്കണ്ണനും ശശാമും അർജുനും ഒക്കെ പറഞ്ഞ റിവ്യൂ കട്ട ശോകമായിരുന്നു. എന്നാലും ചെറിയൊരു പ്രതീക്ഷ എവിടെയൊക്കെയോ ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ കൂട്ടുകാർ കണ്ടവരോട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവൻ പറഞ്ഞു ദുരന്തമാണെന്ന് പറഞ്ഞു. അവൻ അത്യാവശ്യം രാധേശ്യാം പോലുള്ള സിനിമകൾ ഇഷ്ടപ്പെട്ട ഒരു കൂട്ടുകാരനായിരുന്നു അവൻ. കാരണം അത്ര ഊളപ്പടങ്ങൾ അടിപൊളിയാണെന്ന് പറയുന്നവനാണ് അവൻ വരെ ദുരന്തം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ സംഭവം തീരുമാനിച്ചു. പിന്നെ എന്തായാലും കാണാം. ഒന്നാമത്തെ കാര്യം കമലഹാസൻ്റെ പടമാണ്, ശങ്കറിൻ്റെ പടമാണ്. ശങ്കറിൻ്റെ പടം 7 വർഷത്തിന് ശേഷം ഇറങ്ങുന്നൊരു സിനിമ കൂടിയാണ്. അപ്പോൾ ഞാൻ എന്തായാലും അത് കാണാമെന്ന് വിചാരിച്ചു. പക്ഷേ തുടങ്ങിയപ്പോൾ തന്നെ ഒരു 10 മിനിറ്റ് തന്നെ കഥയുടെ ഒരു ഗതി എങ്ങോട്ടാണെന്നുള്ളത് മനസ്സിലായി. കാരണം ഇത് എഡിറ്റിംഗ് ടേബിളിൽ എടുത്ത് കളയേണ്ട സാധനങ്ങൾ, ചവറുകളെടുത്ത് ഒരു സിനിമയ്ക്ക് എന്ന് പറയാം. കാരണം നമ്മൾ വേണ്ടാത്ത സീൻസൊക്കെ കട്ട് ചെയ്തില്ലേ, അതൊന്നും ശങ്കറിന് കട്ട് ചെയ്യാനൊന്നും മനസ്സ് വന്നില്ല. നമുക്ക് തന്നെ തോന്നി ഇതൊക്കെ എന്തിന്, ഒന്നും കൂടി അത് എഡിറ്റ് ചെയ്ത് 3 മണിക്കൂർ എന്തിന് എന്ന് വെച്ചാൽ 3 മണിക്കൂർ കൊലപാതകം എന്തിന് എന്ന് നമ്മൾ ചോദിക്കൂലേ. ഞാനപ്പോൾ ഒരു പണ്ടത്തെ ശങ്കറിനെ ഓർത്തു പോണേ. പുള്ളിയുടെ ഒരു പടം കണ്ടിട്ടുണ്ട് ഞാൻ, എന്ന് വെച്ചാൽ എല്ലാവരും കണ്ടിട്ടുണ്ടാവും, അന്യനെന്ന് പറഞ്ഞ സിനിമ. അതിൽ ഓരോ എന്താണ് ആ പടം, അതേ ഒരു പടം ഇനി ഉണ്ടാക്കാൻ ആർക്കും പറ്റില്ല. എന്തിനും പോലൊരു പടം ഉണ്ടാക്കാൻ ആർക്കും പറ്റില്ല. ശിവാജി പോലൊരു പടം, മുതൽവൻ, ഇന്ത്യൻ, പുള്ളിയുടെ ഫസ്റ്റ് പടം ജെൻറ്റിൽമാൻ, അത് എത്തരത്തിലുള്ള നല്ല ജീൻസ്, ഒരു 8 അത്ഭുതങ്ങളെ കൊണ്ടുവന്നൊരു പാട്ട് ഇന്ത്യൻ സിനിമയിൽ വേറെ ഉണ്ടായിട്ടില്ല. 8 അത്ഭുതങ്ങൾ, പൂവുക്കുൾ ഒളിന്തിരിക്കുമെന്ന് പറഞ്ഞാൽ സംഭവം. ഇതിനകത്തൊരു പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മ്യൂസിക് തന്നെയാണ് പ്രശ്നം. ഞാനൊരു കാര്യം ചോദിക്കുകയാണ്, AR റഹ്മാൻ്റെ പാട്ട് റീമിക്സ് ചെയ്ത് ഈ സിനിമയിൽ ഇടാനായിരുന്നെങ്കിൽ എന്തിനാണ് അനിരുദ്ധ്? അതാണ് ഞാൻ ചോദിക്കുന്നത്. അനിരുദ്ധിൻ്റെ ഒരു സ്കോറും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടില്ല. ഒരു ഐക്കോണിക് സാധനം ഒന്നുമില്ല ഇതിൽ. ജസ്റ്റ് AR റഹ്മാൻ ഒരു ടാങ്ക്സ് എന്നും പറഞ്ഞ് വിട്ട്. ശരിക്കും AR റഹ്മാൻ ടാങ്ക്സ് അല്ല പറയേണ്ടത്, മ്യൂസിക് ഡയറക്ടർ AR റഹ്മാൻ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം AR റഹ്മാൻ്റെ ആ ഒരു ഇത് വരുമ്പോഴാണ് നമ്മളൊരു